ഹലോ നമസ്കാരം, ഇറ്റ്സ് മീ അസ്മാൻ. എല്ലാവർക്കും എസ് വിഷൻ അവതരിപ്പിക്കുന്ന ടെലിവിഷൻ ടെക്നോളജി എന്ന ഇൻഫോർമാറ്റിക്കായ എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി ഹാർദവമായ സ്വാഗതം. ഇന്ന് നമ്മൾ കുറച്ച് നല്ല കാര്യങ്ങൾ, ഒരുപാട് പേര് ചോദിച്ച ഡൗട്ടിൻ്റെ പുറത്ത് ഉള്ള ഒരു എപ്പിസോഡ് തന്നെയാണ്. കാരണം ഈ സർക്കുലർ സിഗ്നലുകൾ, എന്താണ് ഈ സർക്കുലർ സിഗ്നലുകൾ, അതെങ്ങനെ നമുക്ക് റിസീവ് ചെയ്യാൻ പറ്റുന്നു? നമുക്കറിയാം, വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണലിന് പുറമെ പുതുതായി നമ്മൾ കേട്ടുവരുന്ന ഒരു പൊളാരിറ്റിയാണ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ്, എൽ ആൻഡ് ആർ സിഗ്നൽസ്. അപ്പോൾ ഇതെങ്ങനെ, ഇത് പ്രശ്നം കിടക്കുന്നത് നമുക്കറിയാം. സി ബാൻഡിൽ നമുക്കറിയാം ഒരു ടെഫ്ലോൺ പ്ലേറ്റ് ഇളമ്പിക്കുള്ളിൽ ഘടിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് സിഗ്നൽ റിസീവ് ചെയ്യാം. പക്ഷേ കെ യു ബാൻഡിലും ഈ ഒരു എൽ ആൻഡ് ആർ സിഗ്നൽ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ അത് പരിശോധിക്കാം. എന്താണ് അതിൻ്റെ മാർഗ്ഗമെന്ന്. അപ്പോൾ ഒരുപാട് പേര് ചോദ്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഡൗട്ടുകളൊക്കെ ഉണ്ടാവും. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ ലിങ്ക് ഈ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അവിടെ കയറിക്കൊണ്ട് നമുക്ക് ഫേസ്ബുക്ക് പേജിൽ മെസ്സേജ് ആയി നമുക്ക് ചോദിക്കാം. അതുപോലെ തന്നെ വാട്സാപ്പ് നമ്പറൊക്കെ ഈ ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ കയറി ചോദ്യം ചോദിക്കാം. നമുക്ക് പറ്റുന്ന, നമുക്കറിയാം ഒരു ചോദ്യം ചോദിക്കുമ്പോൾ നമുക്കറിയാം ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട്. ഒഴിവ് കിട്ടുന്നതനുസരിച്ച് നമ്മൾ റിപ്ലൈ നൽകാം. നമുക്കറിയാം ഈ വീഡിയോസ് അപ്ലോഡ് ചെയ്ത വീഡിയോകളുണ്ടാവും. അത് കാണാതെയാണ് നിങ്ങൾ ചോദിക്കുന്നത്. അതായത് നിങ്ങൾക്കറിയാം നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരം ഒരു പക്ഷേ ഒരു എപ്പിസോഡായിട്ട് നമുക്ക് ഇതിന് മുമ്പുള്ള വീഡിയോയിൽ ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ അത് തന്നെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് മറുപടി കിട്ടിയെന്ന് വരില്ല. കാരണം അത് ഒരേ ചോദ്യം തന്നെ നമ്മൾ വീഡിയോസ് ഇട്ട് തന്നെ പിന്നെ നമ്മൾ ചോദിക്കുമ്പോൾ റിപ്പീറ്റ് അടിക്കേണ്ട ഒരു ബുദ്ധിമുട്ടുകൊണ്ടാണ്. അപ്പം നമ്മളത് സ്കിപ്പ് ചെയ്തിട്ട് അല്ലാത്തവർക്കുള്ള ചോദ്യം നമ്മൾ പരിഗണിക്കുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ നമുക്ക് നമ്മുടെ എപ്പിസോഡിൽ കിടക്കാൻ. നിങ്ങൾ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് സൗജന്യമായി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളിടുന്ന ഓരോ വീഡിയോസും വൈകിട്ട് 7 മണിക്ക് തത്സമയം നിങ്ങളുടെ കയ്യിലേക്ക് എത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാൻ, അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണൽ പൊളാരിറ്റിയിലുള്ള സിഗ്നലുകൾ നമ്മൾ സാധാ എൽ എം ബികൾ വെച്ച്, കെ യു ബാൻഡ് ആണെങ്കിലും സി ബാൻഡ് ആണെങ്കിലും സാധാ എൽ എം ബി വെച്ച് നമ്മൾ അത് ക്യാച്ച് ചെയ്യും. ആ പൊളാരിറ്റി നമ്മൾ എല്ലാ സിഗ്നലും നമ്മൾ ക്യാച്ച് ചെയ്യും. നേരെ മറിച്ച് ലെഫ്റ്റ് ആൻഡ് റൈറ്റ്, എൽ ആൻഡ് ആറ്, ലെഫ്റ്റ് ആൻഡ് റൈറ്റ്, എൽ ആൻഡ് ആറ് സിഗ്നലുകൾ നമുക്ക് എങ്ങനെ ക്യാച്ച് ചെയ്യാൻ പറ്റും? അതായത് ഇതിൻ്റെ ഫുൾ ഫോം ഈസ് ലെഫ്റ്റ് ഹാൻഡ് സർക്കുലർ സിഗ്നൽ, അതുപോലെ തന്നെ റൈറ്റ് ഹാൻഡ് സർക്കുലർ സിഗ്നൽ എന്നാണ് ഇതിൻ്റെ പൂർണ്ണ രൂപം, എൽ ആൻഡ് ആർ സിഗ്നലുകൾ. അപ്പോൾ ഇത് ഒരു റൊട്ടേഷൻ ആംഗിളിലാണ് നമുക്കറിയാം ഒരു എൽ എം ബിക്കുള്ളിലോട്ട് സിഗ്നൽ കിടക്കുക, റൗണ്ടായിട്ട്. അപ്പം ഇതിന് നടുക്ക് ഈ ടെഫ്ലോൺ പ്ലേറ്റ് കയറ്റുമ്പോൾ രണ്ടും ഇതിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഗ്രാഫിനെ പറ്റി തിയറിയൊക്കെ പഠിക്കാനാണെങ്കിൽ അത് ഒരുപാട് പഠിക്കാനുണ്ട്. നമുക്ക് ഏതായാലും ഇത്ര മനസ്സിലാക്കി വെക്കുക. എല്ലാ സി ബാൻഡ് എൽ എം ബികളെ പറ്റിയാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. എല്ലാ സി ബാൻഡ് സിഗ്നലുകളും വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണൽ മോഡലായിരിക്കും വരിക. അപ്പോൾ ആ വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണലിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഒരു എൽ ആൻഡ് ആർ പൊളാരിറ്റിയിലുള്ള സിഗ്നൽ വരുമ്പോൾ ഈ എൽ ആൻഡ് ആർ എന്ന പൊളാരിറ്റിയിലുള്ള സിഗ്നലിനെ നമ്മൾ എൽ എൻ ബിക്ക് ഉള്ളിൽ ഒരു ടെഫ്ലോൺ ടെഫ്ലോൺ പ്ലേറ്റ് ഘടിപ്പിച്ചുകൊണ്ട് വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണൽ പൊളാരിറ്റിയിലേക്ക് ചേഞ്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതതിൻ്റെ മെയിൻ പോയിന്റ് അതാണ്. സാധാ സി ബാൻഡ് എൽ എൻ ബി, ഇപ്പോൾ ഇവിടെ കാണുന്ന സി ബാൻഡ് എൽ എൻ ബി നമ്മൾ സാധാരണ വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണൽ പിടിക്കാനാണ് ഉപയോഗിക്കുന്നത്. നമുക്കറിയാം ആ സ്ഥാനത്ത് ആ സാറ്റലൈറ്റിൽ നിന്ന് വരുന്ന ചില സിഗ്നലുകൾ ചിലപ്പം എൽ ആൻഡ് ആർ, ലെഫ്റ്റ് ഹാൻഡ് സർക്കുലർ സിഗ്നൽ ആൻഡ് റൈറ്റ് ഹാൻഡ് സർക്കുലർ സിഗ്നൽ എന്ന 2 ടൈപ്പ് സിഗ്നൽ, അത് പൊളാരിറ്റിയിലുള്ള സിഗ്നലാണെങ്കിൽ വരുന്നതെങ്കിൽ നമുക്ക് ഈ പൊളാരിറ്റിയിലുള്ള ഈ സിഗ്നലെ നമ്മളൊരു ടെഫ്ലോൺ പ്ലേറ്റ് വെച്ചുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ ഘടിപ്പിച്ചുകൊണ്ട് വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണൽ സിഗ്നലാക്കി നമ്മൾ കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് സി ബാൻഡ് എൽ എം ബിക്കുള്ളിൽ നടക്കുന്ന ഒരു മാറ്റം, അതിൻ്റെ ഒരു രാസപ്രവർത്തനം അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും പറയാം. ആ ഒരു മാറ്റം അതാണ്. നേരെ മറിച്ച് കെ യു ബാൻഡിൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുമോ? ടെഫ്ലോൺ പ്ലേറ്റ് ആ ചെറിയ എൽ എം ബിക്കുള്ളിൽ ഘടിപ്പിക്കാൻ പറ്റും. അപ്പോൾ അതിന് സർക്കുലർ എൽ എം ബി എന്ന് പറഞ്ഞ പേരിൽ തന്നെ വെബ്സൈറ്റുകളിൽ അല്ലെങ്കിൽ ഓൺലൈൻ ഷോപ്പിംഗ് വെബ്സൈറ്റുകളിൽ കെ യു ബാൻഡിന് സ്പെഷ്യലായിട്ട് തന്നെ എൽ എം ബികൾ വരുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ ചുമ്മാ ഈ അലി എക്സ്പ്രസ്സിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുകയാണ്. ഇത് സി ബാൻഡിൻ്റെ ഫോട്ടോസാണ് നിങ്ങൾ കാണുന്നത്. നമുക്ക് അലി എക്സ്പ്രസ്സിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം സർക്കുലർ എൽ എം ബി ഉണ്ടോ എന്ന്. നമ്മൾ സെർച്ച് ചെയ്തപ്പോൾ ഒരുപാട് റിസൾട്ട് വന്നു. അപ്പോൾ അതിൽ പെട്ട ഒരു റിസൾട്ടാണിത്. സ്ട്രോങ് സിഗ്നൽ കെ യു ബാൻഡ് സർക്കുലർ ബാൻഡ് എൽ എൻ ബി വിത്ത് ഹൈ ഗെയിനിങ് എന്ന് പറഞ്ഞൊരു എൽ എം ബി അലി എക്സ്പ്രസ്സിൽ കാണാൻ സാധിച്ചു. അപ്പോൾ ഇതാണ് കെ യു ബാൻഡിൽ
ഇത് നമുക്ക് ഒരു പക്ഷേ ഇത് തുറന്നു നോക്കിയാലും ഇതിനകത്തൊരു ടെഫ്ലോൺ പ്ലേറ്റ് ഒരു പക്ഷേ നമുക്ക് കാണാൻ സാധിച്ചേക്കാം. നമുക്കിതിപ്പോൾ ഇവിടെ വാങ്ങി നമ്മുടെ ഇന്ത്യയിൽ L&R KU ബാൻഡിൽ L&R സിഗ്നൽ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആരും ഇത് ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഞാനിത് ഓർഡർ ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മളിത് ഉപയോഗിക്കുന്ന ഏതെങ്കിലും കാലത്ത് ഇങ്ങനെ ഒരു സിഗ്നൽ വരികയാണെങ്കിൽ നമുക്കിത് വാങ്ങി ഉപയോഗിക്കുമ്പോൾ നമുക്ക് ചെക്ക് ചെയ്യാം അത് പൊളിച്ച് എന്താണ് ഇതിൻ്റെ ഉള്ളിലുള്ള ഘടന നമുക്ക് മനസ്സിലാക്കാം. ഏതായാലും നമുക്കറിയാം ഏത് LMB ആയാലും വെർട്ടിക്കൽ ആൻഡ് ഒറിജിനൽ സിഗ്നൽസിനുള്ള LMBകളായിരിക്കും ഉണ്ടാവുക. അതിൻ്റെ ഉള്ളിൽ L&R സിഗ്നൽ വരുമ്പോൾ ഒരു ടെഫ്ലോൺ പ്ലേറ്റ് വെച്ചുകൊണ്ട് ഈ L&R സിഗ്നലിനെ വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണൽ സിഗ്നലാക്കി ടെഫ്ലോൺ പ്ലേറ്റ് വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് തന്നെയായിരിക്കും ഒരു പക്ഷേ ഈ സർക്കുലർ LMB KU ബാൻഡിലെ ഈ ഒരു LMBയിലും ഇത് തന്നെയായിരിക്കും ഘടന എന്ന് നമുക്ക് വിശ്വസിക്കാം. അതിനെപ്പറ്റി നമുക്കറിയില്ല. ഓക്കെ, അപ്പോൾ എനിവേസ് ഇതാണ് KU ബാൻഡിൽ. ഇപ്പം നമുക്കറിയാം ചൈന സാറ്റ് 92.2 ഡിഗ്രിയിലുള്ള ചൈന സാറ്റ് നമുക്കറിയാം L&R സിഗ്നലാണ് വരുന്നത്. അത് KU ബാൻഡിൽ L&R സിഗ്നലാണ് വരുന്നത്. പക്ഷേ നമുക്ക് ഇവിടേക്ക് റേഞ്ച് ഇല്ല, ഇവിടേക്ക് നമുക്ക് സിഗ്നൽ ഇല്ല. ചൈന ആ മുകളിൽ ആ ഭാഗങ്ങളിൽ അങ്ങോട്ടാണ് സിഗ്നൽ ഉള്ളത്. ഒരു പക്ഷേ ഇങ്ങോട്ടേക്ക് ഒരു പക്ഷേ ഭാവിയിൽ ഏതെങ്കിലും സിഗ്നൽ വരുവാണെങ്കിൽ നിങ്ങളിത് മനസ്സിൽ വെക്കുക. ലെഫ്റ്റ് ഹാൻഡ് സർക്കുലർ സിഗ്നൽ ആൻഡ് റൈറ്റ് ഹാൻഡ് സർക്കുലർ സിഗ്നൽ KU ബാൻഡിലും സാധ്യമാണ്, C ബാൻഡിലും സാധ്യമാണ് എന്നുള്ള കാര്യം നിങ്ങൾ ഓർമ്മയിൽ വെക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു കൊച്ചു ഇൻഫർമേഷൻ നിങ്ങൾക്കിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ മേക്ക് ചെയ്തത്. ഇതൊരുപാട് പേര് ഡൗട്ടായിരുന്നു. ഇതാണ് നമ്മുടെ ഫേസ്ബുക്ക് പേജ്. എല്ലാവരും അതിനകത്ത് ഡൗട്ടുകൾ ചോദിക്കുക, നിങ്ങൾക്ക് മെസ്സേജ് ആയിട്ട് അയക്കാവുന്നതാണ്. ഇതിനകത്ത് ലൈവ് പ്രോഗ്രാമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ പേജ് ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഞങ്ങളുടെ സെക്കൻഡറി ചാനലുണ്ട്, SU വിഷൻ HD എന്നൊരു സെക്കൻഡറി ചാനലും കൂടെ ഞങ്ങൾക്ക് ഉണ്ട്. അപ്പോൾ ആ HD എന്ന ഒരു സെക്കൻഡറി ചാനൽ ലിങ്ക് ഒരു പക്ഷേ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ ഈ വീഡിയോയുടെ എൻഡിലോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതും കൂടെ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കാരണം SU വിഷൻ HD എന്ന സെക്കൻഡറി ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടുകൂടി ഒരു പക്ഷേ ഈ ഒരു ചാനൽ ഭാവിയിൽ ഇല്ലാണ്ടായി പോവുകയാണെങ്കിൽ ഞങ്ങളിടുന്ന നെക്സ്റ്റ് വീഡിയോസൊക്കെ ആ ഒരു പേജിലാണ് വരുന്നത്. അപ്പോൾ എന്തിനും ഒരു സ്റ്റെപ്പിനിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ചാനലും കൂടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, നമ്മൾ തമ്മിലുള്ള ബന്ധം കട്ടായി പോകാതിരിക്കാൻ വേണ്ടി. അപ്പോൾ നിങ്ങൾ ദയവായിട്ട് ഇത് കാണുന്നവരുണ്ടെങ്കിൽ SU വിഷൻ HD നിങ്ങൾ ചുമ്മാ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇതിപ്പോൾ നിലവിൽ അതിനകത്ത് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യുന്നില്ല. ഇതിനെന്തെങ്കിലും സാങ്കേതികപരമായ പ്രശ്നം വരികയാണെങ്കിൽ അതിലായിരിക്കും ഞങ്ങൾ വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യുക എന്ന് അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഒരുപാട് പേരുടെ ഒരു ചെറിയ ഡൗട്ടാണ് ഈ കേരളത്തിൽ സിഗ്നൽ കിട്ടുന്ന KU ബാൻഡ് സിഗ്നൽ കിട്ടുന്ന ചാനലുകൾ കിട്ടുന്ന KU ബാൻഡ് സാറ്റലൈറ്റ് ഏതാണ്. അപ്പോൾ ചുരുക്കം ചില സാറ്റലൈറ്റ് വരെ മാത്രമേ ഉള്ളൂ. നമുക്കറിയാം നിശ്ചയമായി നമുക്ക് ഉപകാരപ്രദമായ ചാനലുകൾ കിട്ടുന്ന ഒന്ന് DD ഫ്രീ ഡിഷിൻ്റെ GSAT ആണ്. GSAT 15, അതുപോലെ തന്നെ കുറച്ചുകൂടെ ഒരു 90 സെൻറ്റിമീറ്റർ 100 സെൻറ്റിമീറ്ററൊക്കെ ഈ വീഡിയോകോൺ നമുക്ക് പിടിക്കാൻ പറ്റിയതാണ് ഈ ടെൽസ്റ്റാർ തൈക്കം. ടെൽസ്റ്റാർ 130 ഡിഗ്രി, തൈക്കം 78 ഡിഗ്രി. അതുപോലെ തന്നെ ചിലരിലൊക്കെ അപൂർവമായി കണ്ടുവരുന്ന യാവസാറ്റും 2 TP യാവസാറ്റിലും അത്തരം ഡിഷുകളിൽ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് KU ബാൻഡിൽ മിനിമം ലഭിക്കുന്ന സാറ്റലൈറ്റുകൾ. ഇതിന് പുറമെ ഉണ്ടാകാൻ നമ്മളിപ്പോൾ അതിൻ്റെ മനസ്സിലില്ല, അത് ഓർക്കുന്നതനുസരിച്ച് നമ്മൾ അടുത്ത എപ്പിസോഡിൽ പബ്ലിഷ് ചെയ്യും. അപ്പോൾ ഇതാണ് പെട്ടെന്ന് നമുക്ക് ചോദിച്ചാൽ ഒരാളോട് പറയാൻ പറ്റുന്ന ഒരു 1-2 സാറ്റലൈറ്റുകളാണ് തൈക്കം, അതുപോലെ തന്നെ ടെൽസ്റ്റാർ, യാസാറ്റ്, GSAT. ഇത്തരം സാറ്റലൈറ്റുകളാണ് നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് എന്തെങ്കിലും കുറച്ചൊക്കെ ഒരു ഉപകാരപ്രദമായിട്ടുള്ള ചാനലുകൾ, എന്തെങ്കിലുമൊക്കെ ഒരു എൻ്റർടൈൻമെൻറ്റുള്ള ചാനലുകൾ നൽകുന്ന സാറ്റലൈറ്റുകളാണ് ഇത്. ഓക്കെ, അപ്പോൾ അടുത്ത എപ്പിസോഡിൽ പുത്തൻ ചിന്തയും പുതിയ അറിവുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം, ഏറ്റുമുട്ടാം. അതുവരേക്കും ശുഭപ്രതീക്ഷകൾ നേർന്നുകൊണ്ട് ഇന്നത്തേക്ക് നിങ്ങളുടെ സ്വന്തം അസുമോൻ വിടവാങ്ങുന്നു. സൈനിങ് ഓഫ്.